Morning all. Good morning, Miss. Good morning. Morning. എല്ലാവരും ക്ലാസ്സിൽ കയറി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും പേരായിരുന്നോ? വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായാലും വിഷയം എല്ലാം നിങ്ങൾക്ക് അല്ലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ശരിയാക്കാം ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ക്ലാസ്സിൻ്റെതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം മിസ്. എന്റെ പേര് സോളി, SOLY. ഓക്കെ, അപ്പൊ നിങ്ങള് വ്യത്യസ്ത ഡിസിപ്ലിനുള്ളവരാണ്. എന്തായാലും എന്റെ ഈ എന്താ പറയാ സ്പീഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യണം. എന്താണ് ഒന്നുകൂടി പറയണമെന്നോ അല്ലെങ്കിൽ സ്ലോവിൽ പറയണമെന്നോ നമുക്കറിയാം. വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ള പേഴ്സൺസ് ആണ് അല്ലെ, നമ്മൾ ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകൾ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാം. നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിലാണ് ഓൺലൈനോട്ട് കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അല്ലാത്ത ടൈമുകളിൽ ജസ്റ്റ് ക്ലാസ് കഴിയുന്ന സമയത്തും തീർച്ചയായിട്ടും അൺമ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് എടുത്ത് അല്ലെ ഒരു 10 മിനിറ്റ് മുമ്പ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവാം. പക്ഷെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോട്ട് ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ, കാരണം റെക്കോർഡിക്കലി പ്രോബ്ലം ഉള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും മാം പറഞ്ഞു കാണും അല്ലെ, അല്ലെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് കാണും. ഓക്കെ, അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഒരു ഇതിലേക്കാണ് അല്ലെ, ആ ഒരു കോഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ് വരുമ്പോഴും അവിടെ ഹ്യൂമൻ റിസോഴ്സിന് പ്രാധാന്യമുണ്ട് അല്ലെ. പണ്ടത്തെ മാതിരിയുള്ള ഒരു ഓൾഡ് കൺസെപ്റ്റ് അല്ല ഇപ്പോഴത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ്. അപ്പൊ നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം ഇൻട്രൊഡക്ഷൻസ് എല്ലാം സാറും ക്ഷമയൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? ചോദിക്കാനില്ല. കഴിഞ്ഞ ദിവസവും ഇത്രയും പിള്ളേര് തന്നെയായിരുന്നു അല്ലെ സ്റ്റാർട്ടിങ്ങില്, ഇത്രയും സ്ട്രെങ്ത് ആയിരുന്നു അല്ലെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ മാം. നിങ്ങളുടെ കയ്യില് എല്ലാവരുടെ കയ്യില് ടെക്സ്റ്റ് എത്തി കാണുമായിരിക്കും. എനിവേ ഇൻ കേസ് നമുക്ക് എന്തായാലും ഇവിടെ വിസിബിൾ ആണ് അല്ലെ. നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യില് ഉള്ളവര് ടെക്സ്റ്റ് ഉള്ളവര് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ അതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോവുക. ഇൻ കേസ് ഇല്ലാത്തവര് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോ എന്തെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരുതി വെക്കുക. തീർച്ചയായിട്ടും നോട്ടുകളൊന്നും ഞങ്ങൾക്ക് തരാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്, കാരണം ഇത്രയും ടൈമിനുള്ളിൽ ക്ലാസ് നിങ്ങൾക്ക് എടുത്ത് തരേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഇത് ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, ഇപ്പോ ഇമ്പോർട്ടന്റ് ആവുന്ന നോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് പോകാം. ഇൻ കേസ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാനൊക്കെ ആവശ്യപ്പെടും. ഓക്കെ, ക്ലാസ്സിൽ തന്നെ നമുക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ നെക്സ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഡൗട്ട് തീർത്തില്ല എങ്കിൽ, നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് ഡൗട്ട് വന്നതെങ്കിൽ, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിയോന്ന് ഞാൻ ചോദിക്കാൻ ഫസ്റ്റ് ടൈമിൽ അങ്ങനെ ഒരു സമയം തരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ആ ടൈമിലൊക്കെ ആണെങ്കിലും ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് ടൈമിൽ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോകാം. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഈ കോഴ്സിലേക്ക് അല്ലെ, നിങ്ങൾ എല്ലാവരും ഈ കോഴ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്.
ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടായ അല്ലെ ഒരു ഭയങ്കര എന്താ പറയുക വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത ബിഹേവിയർ ഉള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ അതിനെ മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു നമ്മളുടെ ഇതില് ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല, സോറി ഫസ്റ്റ് ലെസൺ അല്ല ഞാൻ എടുക്കുന്നത്. നമ്മള് തേർഡ് ലെസൺ തുടങ്ങിയാണ്. എന്റെ ടോപ്പിക് തേർഡ് ലെസൺ ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ തേർഡ് ലെസണിലേക്ക് പോകാം. ഫസ്റ്റ് ലെസൺ അപർണ മിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് ലെസണിലേക്ക് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലും എങ്ങനെയാണ് നോട്ട് എന്ന PDF ആയിട്ടാണോ ടെക്സ്റ്റ് ആയിട്ടാണോ എന്ന് അറിയില്ല. എനിവേ നിങ്ങൾ ഒന്ന് തെരഞ്ഞെടുക്കുക. തേർഡ് ലെസൺ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Chapter 3, Training and Development. Okay, എല്ലാവരും എടുത്തോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാവരും എടുത്തോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങളെ മെസ്സേജ് അയക്കാട്ടോ. എനിക്ക് സ്ക്രീനിൽ എല്ലാവരെയും വിസിബിൾ അല്ല, കാരണം നമുക്ക് ഇത് കൂടി വേണ്ടേ നമ്മുടെ നോട്ട്സും കൂടി പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മെസ്സേജുകൾ അയക്കുക. എന്നാലാണ് നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തു. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ട്രെയിനിങ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ആദ്യം തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കാമോ എന്നുള്ള ഒരു ഡൗട്ട് വേണം. ഓക്കെ, ജോബ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം പുതിയൊരു എംപ്ലോയി ആണ് എങ്കിൽ അല്ലെ ജോബിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം അല്ലെ. കേസ് നമുക്കറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടായിരിക്കും ഏതൊരു പേഴ്സൺസും ജോലിക്ക് വരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ആ ജോലി അല്ലെ, ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആണ്, പക്ഷെ പ്രാക്ടിക്കലി നോളജ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ജോലിയെ കുറിച്ചിട്ട് അറിയാം. പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ട്രെയിനിങ് കൊടുക്കേണ്ടത്? ഇൻ കേസ് അപ്പോ അവിടെ നിലവിലുള്ള ജോലിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി ഇതിപ്പോ പുതിയ എംപ്ലോയി ആണെങ്കിൽ ജോലിയെ കുറിച്ച് അറിയണമെന്നുണ്ട്. ഇൻ കേസ് അപ്പൊ ഓൾറെഡി ഒരു ജോലിക്കാരുണ്ട്, അവർക്കും ചിലപ്പോഴെങ്കിലും ട്രെയിനിങ് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എഫിഷ്യന്റ് വർക്ക്. ഓക്കെ, അവർക്ക് കാര്യക്ഷമമായിട്ട് ഒന്നും കൂടി നല്ല അല്ല, ഇച്ചിരി കൂടി നല്ല എഫിഷ്യന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിനും കൂടി അല്ലെ നല്ല നമുക്കറിയാം ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലഘട്ടമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ ടെക്നോളജി ഒക്കെ ആണെങ്കിൽ എന്താണ് അതിന്റെ അറിവ് വേണം. അപ്പൊ ഓൾഡ് അല്ലെ നമ്മുടെ നേരത്തെ ഉള്ള കാലഘട്ടത്തിലുള്ള ജീവനക്കാരാണെങ്കിൽ അവർക്ക് പുതിയ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടാവില്ല അല്ലേ. ശരിയല്ലേ? ഓക്കെ, നമ്മൾ ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയാൽ പോരെ? അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകും, നിങ്ങൾ ഇങ്ങനെ വെറുതെ അല്ലെ അങ്ങനെ ആകണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോകാം. ഓക്കെ, എല്ലാവരും ഓക്കെയാണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ അല്ലെ ട്രെയിനിങ് എന്ന് പറയുന്നത് പുതിയ ജോബിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്, പുതിയ ഫ്രഷേഴ്സ് ആണെങ്കിൽ ജോലി എന്താണെന്നൊക്കെ അറിയാനുണ്ടാവും. അത് മാത്രമേ തന്നെ അല്ലെ അവിടെ നിലവിലുള്ള ജീവനക്കാർക്കാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഓൾറെഡി ഇങ്ങനെ ട്രെയിനിങ്ങും കൊടുക്കുമ്പോൾ ആക്ച്വലി അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും പ്രത്യേകതകൾ കിട്ടുന്നുണ്ടോ? അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ജോലിയെ സംബന്ധിച്ചൊക്കെ ഓക്കെ, അവർക്ക് ഇംപ്രൂവ് സ്കിൽസ്, ഓക്കെ, അവരുടെ കഴിവ് വർദ്ധിക്കാനായിട്ട് സാധിക്കും അല്ലെ. അവർക്ക് നോളജ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയില്ല അല്ലെ. അപ്പൊ അവരുടെ കഴിവ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. then എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെ. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചാണെങ്കിൽ ക്വാളിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിറ്റി അല്ലെ, നമുക്ക് അറിയാം ക്വാളിറ്റി അതിന്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും.
അപ്പൊ എല്ലാ തരത്തിലും അല്ലെ, പലതരത്തിൽ ഈ ട്രെയിനിങ് കൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നാച്ചുറലി അവിടെ ഉള്ളവരാണെങ്കിലും പുതിയ വ്യക്തികളാണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങള് അല്ലെ, പുതിയ ടെക്നോളജിയൊക്കെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ എന്താണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോൾ സ്പീഡിൽ നമുക്ക് വർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിനെയും കുറിച്ച് ഒരു അവയർനെസ്, ഒരു കഴിവ് വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കും. അപ്പൊ നമുക്ക് അത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം പ്രതിപാദിക്കാനുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. അപ്പൊ അതിന്റെ ഒരു ആശയം അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുള്ളത്, ട്രെയിനിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായി. അത് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് വിവരിച്ചു പോകുന്നത്. നോക്കാം, ട്രെയിനിങ് ഈസ് ആൻ organized activity for increasing the knowledge and the skills of a people for a definite purpose. അതായത് ഒരു ഉദ്ദേശമുണ്ട് അല്ലെ, ഒരു കമ്പനിക്കാണെങ്കിലും ഓർഗനൈസേഷനാണെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് ഉദ്ദേശമാണ് അവർക്കുള്ളത്? അവിടെയുള്ള വർക്കേഴ്സിലേക്ക് സ്കിൽസ് എന്ന് വെച്ചാൽ കഴിവുകൾ അല്ലെങ്കിൽ നോളജ്, അറിവ് അല്ലെ, അറിവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സ് പീപ്പിൾസിന്റെ എല്ലാം എന്താണ് അവരുടെ കഴിവുകളും അതേപോലെ തന്നെ അറിവുകളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തിന്റെ? ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ അല്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. സ്കിൽസ്, നോളജ് അല്ലെ, അതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. പർപ്പസ് ഓഫ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. Then നോക്കുക, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് ദ സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. അതായത് ഇതിനെ നമുക്ക് അല്ലെ, ഇത് നമുക്കറിയാം ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അല്ലെ, അത് പ്രവൃത്തിയിലൂടെ ആയാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അത് ഒരു സ്ഥാപനം, ഏതൊരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു കഴിവ് അത് അവർക്ക് പകർന്നു കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് എന്താണ് അതുകൊണ്ട് മെച്ചമുണ്ടാകുന്നത് അല്ലെ. അതാണ് നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലി ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയിനെ, അത് അവിടെയുള്ള എംപ്ലോയീസിന് അറിവും അതേമാതിരി തന്നെ കഴിവും കൊടുത്തുകൊണ്ട് അവരുടെ ആക്ഷൻ അല്ലെ, അവരുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി. ഫസ്റ്റ്ലി പറഞ്ഞു കഴിവും നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കഴിവും നോളജും വർദ്ധിപ്പിച്ചാൽ എന്താ പ്രത്യേകത? അവർക്ക് അവരുടെ ജോലിയിൽ അത് പ്രകടമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് ആ ജോലി നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? സ്പീഡ് കൂടുതലുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? അല്ലെ, ചിലർക്കൊക്കെ ലാംഗ്വേജ് എന്താ പറയാ പതിയെ പതിയെ ഇങ്ങനെ സ്ലോലി പോകുന്നവരായിരിക്കാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. ട്രെയിനിങ് എനേബിൾസ് ദ, ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ കുറച്ചും കൂടി കുറച്ച് കൊണ്ടുവരാം. ഞാൻ അത് എടുത്ത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്റെ നാച്ചുറലി ഇത്തിരി സ്പീഡ് ഉണ്ട്, അതായത് സംസാരമുണ്ട്. ഓക്കെ, പക്ഷെ ചില ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവർക്ക് അത് പെട്ടെന്ന് അല്ലെ ക്യാച്ച് ചെയ്യാനുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത പോയിന്റ്സ് എപ്പോഴും പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് സ്ലോലി, അതായത് മനസ്സിലാക്കാൻ ഇതുകൊണ്ടല്ല, എന്റെ ആ ഒരു സ്പീഡിന്റെ പ്രത്യേകത കൊണ്ടാണ് അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ പരമാവധി ഞാൻ സ്ലോ ആയിട്ട് തന്നെ പറയാം. നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. ട്രെയിനിങ് എനേബിൾസ് ദ എംപ്ലോയി ടു ഗെറ്റ് acquainted with the job and also increase their aptitude and skills and knowledge. അല്ലെ, അതിന്റെ ഒരു പ്രത്യേകത അത് നമ്മൾ എപ്പോഴും എന്താണ് നമ്മളുടെ സ്കില്ലിനെ സംബന്ധിച്ച് നമ്മുടെ അറിവ് അത് വർദ്ധിപ്പിക്കണം അല്ലെ. അതാണ് പ്രാധാന്യമായിട്ടും ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലെ ഈ സെന്റൻസിലേക്ക് നോക്കാം. ട്രെയിനിങ് എനേബിൾസ് ദ എംപ്ലോയി ടു ഗെറ്റ് acquainted with the job
and also increase their aptitude and skills and knowledge. അതായത് ജോലിയെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞു പരിചയപ്പെടണം അല്ലെ. അക്വൈന്റഡ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടണം. ജോലി എന്താണെന്നുള്ളത് എംപ്ലോയിക്ക് വ്യക്തമാവണം. ഇപ്പൊ പുതിയൊരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് എന്ത് തരം ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെ. നമുക്കറിയാം നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ കൊടുക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഓഫീസ് ഫീൽഡുകളിൽ തന്നെയാണെങ്കിലും വ്യത്യസ്ത ഡ്യൂട്ടികളായിരിക്കും അല്ലെ. അപ്പൊ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പൊ അതിന് ട്രെയിനിങ് കിട്ടുമ്പോൾ നാച്ചുറലി അത് നമുക്ക് ബോധ്യമാവാനായിട്ട് തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ജോലിയെ പരിചയപ്പെടാൻ, അത് മാത്രമല്ല വിത്ത് ദ ജോബ് ആൻഡ് ഓൾസോ ഇൻക്രീസ് ദെയർ ആപ്റ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് ആൻഡ് നോളജ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അതിന്റെ അഭിരുചി, നമുക്ക് നല്ല അഭിരുചിയോട് കൂടിയിട്ടും നല്ല കഴിവോടും കൂടിയിട്ടും നല്ല അറിവോട് കൂടിയിട്ടും അവരുടെ പെർഫോമൻസ് അല്ലെ അവരുടെ ആ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഓൾസോ ഇൻക്രീസ് അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മൾ പരിചയപ്പെടുമ്പോൾ അല്ലെ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു നല്ല പരിചയം ട്രെയിനിങ്ങിലൂടെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് അവർക്ക് സാധാരണയായിട്ട് അവരുടെ കഴിവുകൾ വർദ്ധിക്കും, അവരുടെ അതുമായി ആ തൊഴിലുമായി ബന്ധപ്പെട്ട അറിവ് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ മനോഭാവങ്ങളിലും മാറ്റങ്ങൾ വരും അല്ലെ. നല്ല അഭിരുചിയോട് കൂടിയിട്ട് ജോലി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? അത് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ കഴിവുകളും അറിവുകളും എല്ലാം അല്ലെ മനോഭാവങ്ങളെല്ലാം തന്നെ അഭിരുചിക്കൊത്ത വണ്ണം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അതിനോട് അനുയോജ്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഇറ്റ് മേക്സ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ് ഫുള്ളി പ്രൊഡക്റ്റീവ് ഇൻ ദ മിനിമം ഓഫ് ടൈം. അതായത് നമുക്കറിയാം ഒരു പുതിയ എംപ്ലോയീസിനെ നമ്മൾ നിയമിക്കുകയാണ് അല്ലെ, ഒരു സ്ഥാപനത്തിലൊക്കെ നിയമിക്കുകയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ആ തൊഴിലിനോട് പരിചയപ്പെടണം. അങ്ങനെയല്ലേ മാനേജ്മെന്റ് ആഗ്രഹിക്കുക? ആണോ? ഒരു പുതിയ എംപ്ലോയീസിനേക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ അവർ എത്രയും പെട്ടെന്ന് ആ തൊഴിലിനോട് അതിനോട് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം അവർ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് ഏത് സ്ഥാപനത്തിന്റെയും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ റിസൾട്ടിലേക്ക് എത്തുകയുള്ളൂ. അവരുടെ തൊഴിൽ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ആ സെന്റൻസിൽ പറയേണ്ടതാണ് ഇറ്റ് മേക്സ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയി ഫുള്ളി പ്രൊഡക്റ്റീവ് ഇൻ മിനിമം ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവര് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അല്ലെ ഫുൾ പ്രൊഡക്റ്റീവ് അല്ലെ പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു കാര്യക്ഷമത അത് ഫലം കാഴ്ചവെക്കണം അല്ലെ. അത് കാര്യക്ഷമമായിട്ട് തന്നെ ആയിരിക്കണം അവരുടെ ജോലി ലഭ്യമാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് മേക്സ് ന്യൂലി ട്രെയിനിങ് കൊടുക്കുമ്പോൾ പുതിയ എംപ്ലോയീസിനാണ് എങ്കിൽ അവർ ഫുള്ളി പ്രൊഡക്റ്റീവ് വിതിൻ ടൈം അല്ലെ നിശ്ചിത സമയത്തിനുള്ളിൽ അവർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെ യോഗ്യരാക്കുക. അതാണ് പുതിയ എംപ്ലോയീസിന് ലഭ്യമാക്കുന്ന ഒരു കാര്യം. Then even for the old workers, in case of old workers ആണെങ്കിലോ it is essential to refresh them and to enable them to continue with new methods and techniques as well as new machines and equipment for doing the work. പുതിയ വ്യക്തികൾക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലെ എന്തൊക്കെ പരിചയപ്പെടേണ്ടതായിട്ട് വരും. ഓൾഡ് വ്യക്തികൾ അല്ലെ നിലവിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എന്താണ് പുതിയ ടെക്നിക്കിനോട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും അല്ലെ. സാങ്കേതിക വിദ്യയോട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പുതിയ രീതിയോട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ പുതിയമായ വശങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും മെത്തേഡുകളായിരിക്കും കൊണ്ടുവരുന്നത്, അതല്ലെങ്കിൽ ചില പുതിയ എക്യുപ്മെന്റ്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മെഷീൻ ആയിരിക്കും അല്ലെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികളോ അതൊക്കെ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ നടപ്പാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതിനോട് ചേർന്ന വിധം അവർക്ക് അവിടെയുള്ള വർക്കേഴ്സിനും പൊരുത്തപ്പെട്ടു പോകേണ്ടി വരും. അപ്പൊ നിലവിലുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് ഒന്നും കൂടി അല്ലെ അവർക്ക് വീണ്ടും ഓരോ ചേഞ്ചസ് വരുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പുതിയ ടെക്നിക്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന വിധം പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് പുതിയ യന്ത്ര സാമഗ്രികളോട് ഒപ്പം മൂവ് ചെയ്യാനായിട്ട്, അതിന്റെ ആ ഒരു പ്രവർത്തനം അല്ലെ അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട്. നമുക്കറിയാം പുതിയ മെഷീൻസും എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തുകൊണ്ടാണ് പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണോ പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് നടപ്പാക്കുന്നത്?
സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും പോകാനായിട്ട് അല്ലെ, പ്രവർത്തനങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെ, എവിടെയും തടസ്സമൊന്നും ഇല്ലാതെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമമായിട്ടും തന്നെ പോകാൻ വേണ്ടി മേക്ക് വർക്ക്സ് മോർ എഫിഷ്യന്റ്, കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് പുതിയ മെഷീൻസ് കൊണ്ടുവരുന്നത്. ടെക്നോളജി അത് മാത്രമല്ല, നമുക്ക് സ്പീഡിൽ അപ് ടു ഡേറ്റ് ന്യൂ ടെക്നോളജി അല്ലെ, പുതിയ ടെക്നോളജി കൊണ്ടുവരുമ്പോൾ എന്താണ് സ്പീഡിൽ വർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ നമുക്കറിയാം പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാവർക്കും പുതിയ ഇതുകളിലേക്ക് അല്ലെ കുറച്ചും കൂടിയും പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ എല്ലാം കോപ്പറേറ്റീവ് എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ അല്ലെ, നമുക്കറിയാം പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പുതിയ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ അല്ലെങ്കിൽ സ്പീഡിൽ നമുക്ക് വർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെയുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് ഓൺ വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇത് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നിശ്ചിത ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെയാണോ? ാണോ? നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? New method, techniques as well as new machines and equipment for doing work. So training is not a one-step process. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ് അല്ല എന്ന് പറയുന്നു? വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല അല്ലേ, ആണോ? കാരണം നമുക്കറിയാം പുതിയൊരു എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലെ, അതേസമയം നിലവിലുള്ള എംപ്ലോയീസിനും ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്റ്റെപ്പ് പ്രോസസ് അല്ല എന്തെന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. But is a continuous or a never-ending process because it is increase the knowledge and the skill of a new employees in performing their jobs and serves as a refresher for ongoing employees. അതായത് നമുക്കറിയാം ഇതൊരു വൺ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് അവസാനിപ്പിക്കാനായിട്ട് എന്ത് സാധിക്കില്ല, ട്രെയിനിങ് എന്നത് എന്ന ആ ഒരു പ്രോസസ്സ് സാധിക്കില്ല. കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില മെത്തേഡുകൾ പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ സാമഗ്രികൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ അതല്ലെങ്കിൽ അല്ലെ റീഫ്രഷ് ആയിട്ട് മൊത്തത്തിൽ എന്തെങ്കിലും സ്ട്രക്ചറിൽ മെയിൻ്റെനൻസ് ഒക്കെ വരുത്തുകയാണ്, ആ ഘടനയ്ക്ക് തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിലൊക്കെ എന്താണ് അത് ബേസിക്കലി എല്ലാവർക്കും അവിടെയുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് പ്രോസസ്. ഒരിക്കലും അത് അവസാനിക്കാത്ത ഒരു പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ന്യൂ എംപ്ലോയീസ് ഇൻ പെർഫോമിംഗ് ദെയർ ജോബ്. കാരണം ഓരോ പുതിയ എംപ്ലോയീസിനും അത് അവർക്ക് അതിൻ്റെതായ ഒരു ട്രെയിനിങ് കിട്ടിയാലാണ് നല്ല പെർഫോമൻസ്, നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് സെർവ് ആസ് എ റീഫ്രഷർ ഫോർ ഓൺ ഗോയിങ് എംപ്ലോയീസ്. നിലവിലുള്ള എംപ്ലോയീസിനെ ആണെങ്കിൽ വീണ്ടും റീഫ്രഷ് ഒക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടതായിട്ടായിരുന്നു. അതായത് പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കും അതിൽ ഒരു പരിചയം കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ നമുക്ക് എടുത്ത് പോയാൽ മതിയില്ലേ? നിങ്ങൾക്ക് നോട്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും പോയിന്റ്സുകളൊക്കെ അല്ലെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നോക്കാം. ദ സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് എ ട്രെയിനിങ് ആണ്. എന്താണ് ഇതിന്റെ നമ്മളുടെ ഈ ട്രെയിനിങ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് അല്ലെ, പ്രാധാന്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് എന്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്? എന്തിലാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR, ഹ്യൂമൻ റിസോഴ്സ് എന്നതില് അല്ലെ.
ഹ്യൂമന്റെ ആ ഒരു ഇതില് ബിഹേവിയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരുടെ നോളജ് അല്ലെങ്കിൽ കഴിവൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ്, അവരുടെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിൽ അവിടെയുള്ള എംപ്ലോയീസിൽ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭാവിയില് ഫ്യൂച്ചറിൽ നല്ലൊരു ബെറ്റർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ഭാവിയിൽ അവർ നന്നായിട്ട് തന്നെ അവരുടെ വർക്ക് കാര്യക്ഷമമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം. എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ എംപ്ലോയീസിന്റെ ഇടയില് ട്രെയിനിങ് എന്ന് കൊടുക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നിക്ഷേപമാണ്, നിക്ഷേപിക്കുക അല്ലെ. നമ്മൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് വർക്കേഴ്സിന്റെ ഇടയിൽ കൊടുക്കുമ്പോൾ, ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് നിന്ന് എന്താ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്? അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തിരിച്ച് അവരിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? എന്തെങ്കിലും കിട്ടോ? ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പ്രോഫിറ്റ് ത്രൂ വർക്ക്. അവര് നല്ല വർക്ക് ചെയ്തിട്ട് അവരിൽ നിന്ന് എന്താണ് പ്രോഫിറ്റ്, ലാഭം നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ബെറ്റർ പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാം, മോർ കമ്മിറ്റ്മെന്റ്. അവര് നല്ല ആഗ്രഹം, നല്ല എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും. നല്ല പെർഫോമൻസ്, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അവിടെയുള്ള വർക്കേഴ്സിന്. അപ്പൊ റിട്ടേൺ ആയിട്ട് നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും? സ്ഥാപനത്തിന് നല്ല ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് HR അല്ലെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എംപ്ലോയിയുടെ ഇടയിൽ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിക്ഷേപമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിക്ഷേപം എന്ന് പറയുന്നത്? അവർക്ക് ഭാവിയിൽ റിട്ടേൺ അല്ലെ, അവരിൽ നിന്ന് റിട്ടേൺ നേടിയെടുക്കാൻ സാധിക്കും. അവരിൽ നിന്ന് തിരിച്ച് എന്താണ് നല്ല ലാഭം നേടിയെടുക്കാൻ. എങ്ങനെയാ അവര് ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നത്? ബിസിനസിനെ സംബന്ധിച്ച് ലാഭം എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നത്? അവിടെയുള്ള എംപ്ലോയീസ് നല്ല ആക്റ്റീവായിട്ട് അവരുടെ നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് അവര് വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ. നല്ല കാര്യക്ഷമമായിട്ട് അവർക്ക് പേടിയൊന്നും കൂടാതെ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴെന്താണ് ഭാവിയില് ബിസിനസ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. That is an investment in HR with a promise of better returns in future. എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ചോദിച്ചാൽ that is an investment in HR with a promise of better returns in future. അപ്പൊ എന്തായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ട്രെയിനിങ്. ഗുഡ്. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. Then second point ലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ് ടെക്നോളജികളൊക്കെ ചേഞ്ചസ് വരുമ്പോൾ അത് ജോബിന്റെ ആവശ്യമാണ് അല്ലെ. പുതിയ ടെക്നോളജി വരുമ്പോൾ ഓരോ ഓഫീസിലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ അത് നടപ്പാക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന്റെ പ്രതിഫലനം കാഴ്ചവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താ ആവശ്യമാണ്? ട്രെയിനിങ് ആവശ്യമാണ്. ആണോ? ജോലിയുടെ ആവശ്യകതയാണ് പുതിയ ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് പുതിയ യന്ത്ര സാമഗ്രികളൊക്കെ സ്ഥാപിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത് സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താവശ്യമാണ്? എന്തെങ്കിലും പുതിയ തന്ത്രങ്ങളെല്ലാം അവിടെ അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എന്ത് കൊടുക്കേണ്ടതുണ്ട്? ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, അപ്പൊ ജോബിന്റെ ആവശ്യകത കൂടിയാണ്. പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് അവിടെ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പുതിയ ടെക്നോളജി വികസിക്കുന്നതോടൊപ്പം തന്നെ എന്താവശ്യമായിട്ട് വരും? ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു. Then മൂന്നാമതായിട്ട് പറയുന്നത് serves as an effective source of recruitment.
അപ്പൊ നമ്മളൊക്കെ കണ്ടു അല്ലെ, റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അല്ലെ നല്ല ഒരു പേഴ്സണെ കണ്ടെത്താനായിട്ടും സാധിക്കുന്നു. റിക്രൂട്ട്മെന്റ് നടത്തി എന്ത് കൊടുത്താലാണ് നല്ല ഒരു എംപ്ലോയിയെ കണ്ടെത്താനായിട്ട് സാധിക്കുക? റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്താല് പിന്നെ അതിനോട് കൂടെ ചില കാര്യം അല്ലെ, ഇത്തരത്തിലുള്ള എന്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആക്കാൻ സാധിക്കുന്നത്? ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, അവർക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൂടി കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് നന്നായി കൊണ്ടുവരാൻ സാധിക്കും? നല്ലൊരു എംപ്ലോയിനെ വാർത്തെടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എഫിഷ്യന്റ് സോഴ്സ് അല്ലെ, അതൊരു നല്ലൊരു ഉറവിടമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആരുടെ ഇടയില്? റിക്രൂട്ട്മെന്റ് നടത്തുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഉറവിടമാണ് എന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു അവരുടെ ഡ്യൂട്ടിയിൽ ഉള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നോ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പോയിന്റിലേക്ക് പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് അഡാപ്റ്റ് ടു ഇൻക്രീസ് ദ ഡൈവേഴ്സിറ്റി ടു ദ നോളജ്, സോറി സപ്പോർട്ട് കരിയർ ഡെവലപ്മെന്റ്. അതേമാതിരി തന്നെ നമുക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മുടെ കരിയർ അല്ലെ, നമ്മുടെ കഴിവുകളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ട്രെയിനിങ് കൂടി കിട്ടുമ്പോൾ നമുക്കറിയാം ഒരു ഇന്റേൺഷിപ്പ് പോലും കിട്ടിയാൽ പോലും നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ കരിയർ ഡെവലപ്മെന്റ് നടത്താനായിട്ട് ഇതൊരു സപ്പോർട്ടീവ് ആണ്. എന്തൊരു സപ്പോർട്ടീവ് എന്ന് പറയുന്നു? എന്താണ് കരിയർ ഡെവലപ്മെന്റിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്? ട്രെയിനിങ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കരിയർ ഡെവലപ്മെന്റിന് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, അഡാപ്റ്റ് ടു ഇൻക്രീസ് ദ ഡൈവേഴ്സിറ്റി ടു ദ വർക്ക് ഫോഴ്സ്. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തില് വ്യത്യസ്ത പേഴ്സൺസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. അവര് വ്യത്യസ്തമാണ്. നമുക്കറിയാം ബിഹേവിയറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ അക്കാദമിക് ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിൽ കൂടി അവരുടെ ബിഹേവിയറിൽ വ്യത്യസ്തതയുണ്ടാവോ? ഉണ്ടാകുമോ? ചിലര് സ്പീഡ് ചെയ്യുന്നതായിരിക്കാം, ചിലര് സ്പീഡ് കുറഞ്ഞായിരിക്കും. പക്ഷെ ചിലരൊക്കെ സ്പീഡ് കുറഞ്ഞാലും നല്ല പങ്ക്ച്വലായിട്ട് അല്ലെ, നല്ല കൃത്യതയോട് ചെയ്യുന്നവരുണ്ടാവും. ചിലരെന്താണ് സ്പീഡ് ചെയ്യും, പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ വർക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തതയുള്ളവരായിരിക്കും വർക്കേഴ്സ് അല്ലെ. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, നോളജും ഒക്കെ വ്യത്യസ്തമാണ്. ഓക്കെ, മിക്സ് ഓഫ് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്, അവർക്ക് മനോഭാവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത മനോഭാവങ്ങളാണെങ്കിലും അവർക്കത് ഒന്നും ഓക്കെ പറഞ്ഞു വരാം. എന്താണ് അഡാപ്റ്റ് ടു ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ടു ദ വർക്ക് ഫോഴ്സ്. അതായത് അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ വ്യത്യസ്തമാണ് അല്ലെ. അവരുടെ പെരുമാറ്റങ്ങൾ വ്യത്യസ്തമാണ്, മനോഭാവങ്ങൾ വ്യത്യസ്തമാണ്, കഴിവുകൾ വ്യത്യസ്തമാണ് അല്ലെ. എല്ലാം വ്യത്യസ്തമായിരിക്കില്ലേ. ഇതൊരു നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആയിരിക്കാം ഒരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും നോളജുകളും അതേമാതിരി തന്നെ മനോഭാവങ്ങളും പെരുമാറ്റ രീതികളൊക്കെ ഉള്ളവരായിരിക്കും വർക്കേഴ്സ്. ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണ് അവർക്കെല്ലാം അതിലേക്ക് അല്ലെ, ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ ജോലിയിലേക്ക് ഒരു അഡാപ്ഷൻ എന്ന് വെച്ചാൽ ആ ജോലി എങ്ങനെ ചെയ്യണം അല്ലെ. ചിലർക്ക് സ്പീഡുള്ള വ്യക്തികൾ ചെയ്യേണ്ട ജോലി ആയിരിക്കില്ല. അപ്പൊ അത് വളരെ ശാന്തതയോടുകൂടി തന്നെ ചെയ്യേണ്ടതായിരിക്കും. അത് അങ്ങനെയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു അല്ലെ. ചിലര് നമുക്കറിയാം ചില വർക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ സ്പീഡിൽ തന്നെ ചെയ്യണം അല്ലെ. നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്നവരുണ്ട്, മോർച്ചറിയിൽ നിൽക്കുന്നവരുണ്ടാവും. അതേമാതിരി തന്നെ അല്ലെ അവരുടെ സാധാരണ റുട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലയിടത്ത് നമുക്കറിയാം
കഴിവൊക്കെ സെയിം ആയിരിക്കെങ്കിലും ചിലരെ ഫേസ് ചെയ്യാനായിട്ടുള്ള അല്ലെ കഴിവുകൾ കുറവുള്ളവരുണ്ടാവും. ചിലപ്പോൾ മോർച്ചറിയിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ അല്ലെ നല്ല ബോൾഡായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നല്ല കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ട്രെയിനിങ് പീരീഡുകൾ കൊടുക്കുമ്പോൾ അവർക്ക് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും അവർക്ക് അതെല്ലാം പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ട്രെയിനിങ് കിട്ടുമ്പോൾ അതെന്താണ്, ഞാൻ എങ്ങനെ മാറേണ്ടിയിരിക്കുന്നു ഈ ഒരു ജോലി ചെയ്യാനായിട്ട് അല്ലെ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അഡാപ്റ്റ് ടു ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ടു വർക്ക് ഫോഴ്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്. അതായത് നമുക്ക് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെ നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോഴൊക്കെ വീണ്ടും അല്ലെ ഒന്നും കൂടി ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നും കൂടി ഭേദഗതികളൊക്കെ വരുത്താനായിട്ട് സാധിക്കും അല്ലെ. ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമുക്കറിയാം പുതിയ ഇംപ്ലിമെന്റേഷൻ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വീണ്ടും ഓർഗനൈസേഷനെ സംബന്ധിച്ചും വീണ്ടും ഒന്ന് പുനഃസംഘടിപ്പിക്കാനായിട്ട് അതായത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു എന്നാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഫുൾഫിൽ എംപ്ലോയി നീഡ് ഫോർ ഗ്രോത്ത്. അതായത് വളർച്ച അല്ലെ. എപ്പോഴും എംപ്ലോയീസിനെ സംബന്ധിച്ച് വളർച്ച ആവശ്യമാണ് അല്ലെ. അവർക്ക് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ നോളജുകളൊക്കെ വളർത്തിക്കൊണ്ട് വരണം അല്ലെ. ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവരുടെ കഴിവുകള് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ മനോഭാവങ്ങള് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നോളജ് എല്ലാം തന്നെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അല്ലേ? നമുക്കറിയാം ഏതൊരു തൊഴിലിനും പുതിയ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓൾറെഡി ഒന്നും അറിയില്ലായിരിക്കും അല്ലെ. നാച്ചുറലി ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ പുതിയ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ നോളജും എല്ലാം വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുന്നു അല്ലേ. സാധിക്കില്ലേ? അവര് വളരില്ലേ? എംപ്ലോയീസ് വളരോ ഇല്ലയോ? ഉണ്ടാകുമോ? ട്രെയിനിങ് കൊടുക്കുമോ? ഉണ്ടാകും. ഓക്കെ. അപ്പൊ കുറെ പേരൊക്കെ മെസ്സേജ് അയച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിയാത്തവരാണെങ്കിലും റെസ്പോണ്ട് ചെയ്യുക, അറിയുന്നവരാണെങ്കിലും അതിനെ കുറിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്ത് പോവുക. അപ്പൊ എങ്ങനെയാണെന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോൺഫിഡൻസ് ഓക്കെ, കൂടുതൽ ആത്മവിശ്വാസം കിട്ടും. ഓക്കെ, നിങ്ങൾ അത് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചു പോവുക. റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്. നമുക്ക് നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഏതെങ്കിലും ഒരു ഫാം ഒക്കെ ആണെങ്കിലും നമ്മളവിടെ നാച്ചുറലി ഇപ്പൊ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടപ്പാക്കി കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാണ് അല്ലെ, മാറ്റം വരുത്തുകയാണ് പുതിയ മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു അക്കൗണ്ട് സെക്ഷനിലേക്കൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്കറിയാം നാച്ചുറലി അവിടെ ഓട്ടോമാറ്റിക്കലി വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വ്യക്തികൾക്കൊക്കെ ട്രെയിനിങ് അതായിരിക്കും. പക്ഷെ വീണ്ടും ഈ ഒരു മെത്തേഡ്, ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെതായ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ചേഞ്ചസ് വിതിൻ ഓർഗനൈസേഷൻ. യെസ്. അപ്പൊ പുതിയ ചേഞ്ചസ് അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്താ പ്രത്യേകത, അവര് എല്ലാം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യും. ചിലത് നമുക്കറിയാം സ്പീഡിൽ കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തി തീർക്കേണ്ടതുണ്ടാവും. എന്നുവെച്ചാൽ നാച്ചുറലി അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട്, റീസ്ട്രക്ചർ ചെയ്യാനായിട്ട്, പുതിയത് ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് അതിന് ഒന്നും കൂടി റീ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ സാധിക്കും എന്നുള്ളത്. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? അയച്ചു നോക്കാട്ടോ.
ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ദ ട്രെയിനിങ് പ്രോസസ്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നില്ല, വായിക്കുകയാണോ? നമുക്ക് എന്തായാലും ക്ലാസ് കുറച്ചും കൂടി സ്പീഡിൽ കൊണ്ടുപോകണം. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? കഴിഞ്ഞു, വായിച്ചു. നെക്സ്റ്റ് നോക്കാം, ദ ട്രെയിനിങ് പ്രോസസ്. ഓക്കെ, ദ ട്രെയിനിങ് പ്രോസസ് എന്താണെന്ന് നോക്കാം. ദ ട്രെയിനിങ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് എ series of steps that is required to be followed systematically to have an efficient training program. നമുക്കറിയാം ഇത് അല്ലെ, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രധാനമായിട്ടും ആ പ്രവർത്തനം നടക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോസസ്സ് നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് പറയാണ്, ദ ട്രെയിനിങ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് എ സീരിയസ് സ്റ്റെപ്സ് that is required to be followed systematically to have an efficient training program. നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിന് സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകൾ അല്ലെ, അത് വളരെയധികം നല്ല രീതിയിലുള്ള സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ശാസ്ത്രീയ അടിസ്ഥാന രീതിയിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നൊക്കെ അവലോകനമൊക്കെ ചെയ്തിട്ട് സ്റ്റെപ്പുകൾ എടുത്തിട്ട് മാത്രമാണ് ട്രെയിനിങ് പ്രോസസ്സ് നമുക്ക് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. The training is a systematic activity performed to enhance the skills, the attitude and the behavior of an employee to perform a unique job. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്, എന്താണ്, കാര്യക്ഷമമായിട്ട് നടപ്പാക്കണം അല്ലെ. അത് കാര്യക്ഷമമായിട്ട് നടപ്പാക്കണമെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ്, അവിടെയുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ വ്യത്യസ്ത ബിഹേവിയറും അല്ലെങ്കിൽ വ്യത്യസ്ത കഴിവുകളുള്ള വ്യക്തികളാണ് അല്ലെ. അപ്പൊ അവരുടെ മനോഭാവങ്ങളെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് തരത്തിൽ ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എവിടെ വെച്ച് കൊടുക്കണം അല്ലെ. അതൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ അവലോകനം ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ട്രെയിനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി പെർഫോംഡ് ടു എൻഹാൻസ് അല്ലെ. അതിന്റെ ആ ഒരു വിപുലീകരണം എന്ന് പറയുന്നത് കഴിവുകളും അവിടെയുള്ള വർക്കേഴ്സിന്റെ കഴിവുകളും അതേമാതിരി തന്നെ മനോഭാവങ്ങളും ബിഹേവിയർ അവരുടെ പെരുമാറ്റ രീതികളെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഒരു ജോലി എന്ന് പറയുന്ന അല്ലെ, യൂണിറ്റ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കഴിവുകൾ അത് എങ്ങനെ എത്രത്തോളം വേണം അല്ലെ, അതൊക്കെ നന്നായിട്ട് അവലോകനമൊക്കെ ചെയ്തിട്ട് വേണം ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട്, അതിനെ കുറിച്ചൊക്കെ ആലോചിക്കാനായിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ് പ്രോസസ്സ് പറയുന്നുണ്ട്, പ്രധാനമായിട്ടുള്ള ട്രെയിനിങ് പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ ആണോ? ട്രെയിനിങ് പ്രോസസ്സ് എന്താന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയോ? നോക്കാം എങ്ങനെയാണ് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സ് എന്തെന്നുള്ളത് നോക്കാം. ട്രെയിനിങ് പ്രോസസ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് നീഡ് അസസ്മെന്റ്, ദെൻ സെക്കൻഡ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ദെൻ തേർഡ് വൺ ഡിസൈനിങ്, ദെൻ ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. അപ്പൊ ട്രെയിനിങ് എന്ന പ്രോസസ്സ് എന്ന് നടക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള മാനറിലാണ് ട്രെയിനിങ് പ്രോസസ്സ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒറ്റയടിക്ക് അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കാം അല്ലെ. ആ ഒരു ജീവനക്കാർക്ക് അറിയാം, ഒരു വലിയ കമ്പനി ആണെങ്കിലും കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്കറിയാം വ്യത്യസ്ത ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാവരെയും പിടിച്ച് ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുണ്ടാവോ? ഇല്ല. ഓരോ തിയേറ്റർ ബേസ് ചെയ്തിട്ടുള്ള നഴ്സുമാർക്ക് ഒരു ട്രെയിനിങ് ആയിരിക്കും, റിസപ്ഷനിസ്റ്റിന് വേറൊരു ട്രെയിനിങ് ആയിരിക്കും അല്ലെ. അവർക്ക് അവരവരുടേതായിട്ടുള്ള ജോലിക്ക് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കേണ്ടത് അല്ലേ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഏത് അല്ലെ അവിടെ ഇപ്പോ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ആവശ്യമുള്ളവരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങൾ ആവശ്യമുള്ളവരുണ്ട്, വ്യത്യസ്ത ബിഹേവിയർ ആവശ്യമുണ്ട് അല്ലെ. ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒറ്റയടിക്ക് അങ്ങോട്ട് തീരുമാനിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. എവിടെ ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഏത് ലെവലിലുള്ള ജീവനക്കാരുടെ ഇടയിലാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അത് ആരാണ് കൊടുക്കേണ്ടത്, അത് എവിടെ വെച്ച് കൊടുക്കണം, അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അല്ലെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക, അതിന് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നത് അത്ര അല്ലെ. നമുക്കറിയാം ഒരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് നടത്തണം അല്ലെ. നമുക്കറിയാം ഫിനാൻഷ്യലി ഒക്കെ അതിന് വേണ്ടിയിട്ട് ആളെ കണ്ടെത്തേണ്ടതിന് അവർക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്,
ആ ട്രെയിനിങ് കൊടുക്കുന്ന പ്ലേസ് കണ്ടക്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പൊ ഫിനാൻഷ്യലി കുറച്ച് റിസ്ക് ഒക്കെ ഉള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമോ, അത് ഇവാലുവേറ്റ് ഒക്കെ ചെയ്ത് അത് ഉറപ്പിച്ചതിന് ശേഷമാണ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ട്രെയിനിങ് എന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഫസ്റ്റ് ഒന്ന് 2 സ്റ്റെപ്പ് അല്ലെ, കുറച്ച് സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യം പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് നീഡ് അസസ്മെന്റ്. നീഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് ആവശ്യകത, ആർക്കാണ് ആവശ്യകത അല്ലെ, ഏത് പ്ലേസിലാണ് നമുക്കറിയാം പുതിയ എംപ്ലോയീസിന് അല്ലെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പുതിയ എംപ്ലോയീസിനാണോ കൊടുക്കേണ്ടത്, നിലവിലുള്ള എംപ്ലോയീസിനാണോ കൊടുക്കേണ്ടത്, ആർക്കാണ് ആവശ്യകത എന്ന് അസസ്മെന്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, ഫസ്റ്റ് വൺ ഓക്കെ ആണോ? നീഡ്സ് അസസ്മെന്റ് പഠിക്കാനുണ്ട്, അത് നന്നായിട്ട് തന്നെ നമുക്ക് വിവരിച്ച് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. നീഡ്സ് അസസ്മെന്റ്. then സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഈ ഒരു ആവശ്യം, അതായത് ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രെയിനിങ് എന്ന ആവശ്യത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്താണ് അല്ലെ. നമ്മൾ ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു ലക്ഷ്യം എന്താണ്. then നെക്സ്റ്റ് എന്താണ് ഡിസൈനിങ്. അത് എങ്ങനെയാ, ആര് കൊടുക്കണം അല്ലെ, എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, എങ്ങനെയാ എത്രത്തോളം വ്യക്തികൾക്കൊക്കെ കൊടുക്കണം, അതൊക്കെ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. then നെക്സ്റ്റ് എന്താണ് ഇംപ്ലിമെന്റേഷൻ. നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ വെച്ച് നടപ്പാക്കണം അല്ലെ, ആ ട്രെയിനിങ് ഒക്കെ എവിടെ വെച്ച് നടപ്പാക്കി കൊടുക്കണം എന്നൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. then എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അങ്ങനെ ട്രെയിനിങ് കൊടുത്താൽ ഉണ്ടാകുമോ അല്ലെ, അത് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഇതിലെടുത്ത് പറയുന്നത്. നീഡ്സ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, then ഇവാലുവേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് സ്റ്റെപ്പുകളുടെ പോയിന്റ്സുകൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ? ഇവാലുവേഷൻ നമുക്ക് വിലയിരുത്തുക, അതായത് നമ്മൾ സക്സസ് ആയോ, നമ്മളിപ്പോ കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണല്ലോ. അപ്പൊ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അത് കൂടി ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണോ, ആയതുകൊണ്ട് തന്നെ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അത് സക്സസ് ആയോ എന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആ ഒരു ഇവാലുവേഷനിൽ പറയുന്നത്. ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു പോയിന്റ് ഇതിലേക്ക് പോകാം. കുറച്ച് പോയിന്റ് എടുക്കുള്ളൂ, എല്ലാം കൂടി ഒന്നിച്ച് എടുക്കില്ല. നോക്കാം, പറ്റാവുന്നത് നോക്കാം. നീഡ്സ് അസസ്മെന്റ് എന്താണ്, നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് കണ്ടെത്തണം അല്ലെ, ആരാണ് ആവശ്യക്കാരൻ. The first step in the training process is to assess the need for training the employee. ഏത് എംപ്ലോയീസിനാണ് ഈ ഒരു ട്രെയിനിങ് പാക്കേജ് കൊടുക്കേണ്ടത്, ആവശ്യകത എന്താണെന്നുള്ളത് കണ്ടെത്തുന്നത്. The need for training could be identified through a diagnosis of present and future challenges and through a gap between the employee's actual performance and the standard performance. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ആവശ്യകതയുണ്ടെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ, നമ്മളിപ്പോ ആവശ്യകതയുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മളെപ്പോഴും നമുക്കറിയാം അവിടെ മാനേജ്മെന്റ് തലത്തിലുള്ളവര് നമുക്കറിയാം അവര് ട്രെയിനിങ് വേണമെന്ന് അല്ലെ, അത് ആലോചിക്കുമ്പോൾ, അത് തീരുമാനമെടുക്കുമ്പോൾ അവര് ഭാവിയെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അവരങ്ങനെ ആലോചിക്കുന്നത് അല്ലെ. ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള പുതിയ അതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇച്ചിരി കൂടി ട്രെയിനിങ് ഇവിടെയുള്ള എംപ്ലോയീസിന് കൊടുത്താൽ മാത്രമാണ് ഫ്യൂച്ചറിലെയും കൂടി നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ആലോചിക്കില്ലേ തലപ്പത്തുള്ളവരെ? ആലോചിക്കോ? ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയാം. അപ്പൊ എന്താണ്, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. The need for training could be identified through a diagnosis എന്ന് വെച്ചാൽ രോഗനിർണയമാണ്. ഇവിടെ നോക്കാം, ഡയഗ്നോസിസ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ചലഞ്ചസ്. അതായത് ഈ വെല്ലുവിളികൾ വരുമ്പോൾ, ഭാവിയിലെ വെല്ലുവിളികൾ അല്ലെങ്കിൽ നിലവിലും ഉണ്ടാവുന്ന വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് അത് നിർണയിച്ച് കണ്ടുപിടിക്കാം അല്ലെ, അങ്ങനെ അതെങ്ങനെയാണ് നമുക്ക് നേരിടാനായിട്ട് പറ്റുക. ഈ ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത പുതിയ തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്താലായിട്ട് നമുക്ക് സാധിക്കുമോ, ആ പുതിയ വെല്ലുവിളികളെ നേരിടാനായിട്ട് പറ്റുമോ എന്നുള്ളത് സെർച്ച് ചെയ്യും. ദെൻ അത് മാത്രമല്ല, and through a gap between the employees' actual performance and the standard performance. നമുക്കറിയാം ഏതോ ഒരു സ്ഥാപനത്തിനും ഒരു അല്ലെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, ഒരു സ്റ്റാൻഡേർഡ് ലക്ഷ്യം ഉണ്ടാവും. നമ്മളിപ്പോ ഇത്രയും ടാർഗറ്റ് ഒപ്പിക്കണം അല്ലെ, ഇത്രയും നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇത്രയും പേഷ്യൻസിന് സർവീസ് കൊടുക്കണം അല്ലെ.
അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സ്ഥാപനത്തിന് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നിലവിലെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് എത്താനായിട്ട് ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് ഏത് ലെവലിലുള്ള എംപ്ലോയീസിനാണ് ട്രെയിനിങ് കൊടുത്താനായിട്ട് സാധിക്കുക, ഏത് ലെവലിലുള്ള എംപ്ലോയീസിനെ കൊടുത്താല് ഇത്തരത്തിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് ഈ ആക്ച്വൽ പെർഫോമൻസ് നിലവിലുള്ള പെർഫോമൻസിന് എത്താനായിട്ട് സാധിക്കും. അപ്പോ ഇൻ കേസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവര് ആലോചിക്കും ഈ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആർക്ക് കൊടുക്കണം എന്നുള്ളത് അല്ലെ. പുതിയ വെല്ലുവിളികൾ നിലവിലുള്ള വെല്ലുവിളികളെയൊക്കെ എങ്ങനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും, മാത്രമല്ല നമ്മൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഈ ആക്ച്വലിന് എവിടെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്താലായിട്ട് അവിടെ കൊടുത്താലാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് കൂടി അനലൈസ് ചെയ്തിട്ടാണ് ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആവശ്യക്കാരെ കണ്ടെത്തുക, ആർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള ആവശ്യക്കാരെ കണ്ടെത്തുന്നതാണ് ഫസ്റ്റ്ലി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ദ നീഡ് അസസ്മെന്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ടു പെർസ്പെക്റ്റീവ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. അതായത് ഇങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുക, നമ്മൾ ഇങ്ങനെ വിലയിരുത്തണം അല്ലെ. അപ്പൊ അത് ഇൻഡിവിജ്വലി ഓരോ പേഴ്സണെ വെച്ചിട്ട് വിലയിരുത്താം, അതല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ വിലയിരുത്താം. നമ്മള് ചില പേഴ്സൺസിന് മാത്രം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള അല്ലെ അവർക്ക് ട്രെയിനിങ് കൊടുത്താം, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാറ്റം വരുത്താം. നമുക്കറിയാം നേരെയുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുടെ പോസ്റ്റിംഗ് ഒക്കെ കുറവായിരിക്കും അല്ലെ. അവർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുത്താൽ കുറച്ച് തന്ത്രങ്ങളൊക്കെ രൂപീകരിച്ച് കൊണ്ടുവരാനൊക്കെ സാധിക്കും. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില അല്ലെ ചില അവിടുത്തെ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുന്നവരുണ്ടാവും. ചിലപ്പോ ചില സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വരാനായിട്ട് ചിലരൊക്കെ ശ്രമിക്കും അല്ലെ, ചിലയിടങ്ങളിലൊക്കെ വിടും. അപ്പൊ അവിടെയൊക്കെ ഒന്നോ രണ്ടോ പേഴ്സൺസിന് മാത്രമായിരിക്കും തെരഞ്ഞെടുത്ത് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വിടുന്നത്. ബാക്കി അവര് കൊണ്ടുവന്ന ഇംപ്ലിമെന്റേഷൻ ഒക്കെ ആയിരിക്കും ഓഫീസുകളിലൊക്കെ നടപ്പാക്കുന്നത്. ഉണ്ടാകുമോ? അങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ടോ? ശരിയാണോ? റിപ്ലൈ പറയൂ. ഉണ്ട് അല്ലെ. അപ്പൊ വലിയ വലിയ തലപ്പത്തുള്ളവരെ ഗ്രൂപ്പായിട്ട് തന്നെയല്ല ഒന്ന് രണ്ട് പേഴ്സൺസിനേക്ക് ഇൻഡിവിജ്വലി ട്രെയിനിങ് കൊടുത്താൽ മതി. അതേസമയം ചില ഗ്രൂപ്പിന് നമുക്കറിയാം മൊത്തത്തിൽ ഒരു വലിയ വലിയ ഫേമുകളൊക്കെ ആണെങ്കിൽ കേസ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചില ഫീൽഡിലുള്ള നഴ്സുമാർക്ക് മാത്രം അല്ലെ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് എന്താണ് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ആ തലങ്ങളിലാണ് അവർ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരുടെ ഭാവിയിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ അല്ലെ അതൊക്കെ തരണം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ അവരുടെ പെർഫോമൻസ് പ്രകടനം നന്നായിട്ട് ഇംപ്രൂവ് വരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ സ്റ്റാൻഡേർഡ് അല്ലെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുമെന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ പ്രധാനമായിട്ടും അവലംബിക്കുന്നത്, അതായത് അസസ്മെന്റ് വിലയിരുത്തുന്നത്. The individual's training is designed to develop their individual's efficiency when not performing properly. അതായത് നമ്മൾ കണ്ടു ഇൻഡിവിജ്വലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിഗതമായിട്ടുള്ള ട്രെയിനിങ് അവരാണ് മൊത്തത്തിൽ അത് അല്ലെ അവര് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് അവരുടേതായ രീതിയിൽ തന്നെ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. And whereas the group training is intended to include the new change in the employees due to change in the organization's strategy. മൊത്തത്തിൽ നമ്മുടെ ഗ്രൂപ്പിലെ ചേഞ്ചസ് അല്ലെ മൊത്തത്തിലെ ഗ്രൂപ്പ് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള തന്ത്രങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പ് ഓർഗനൈസേഷന്റെ ആയിട്ടുള്ള തന്ത്രങ്ങളിൽ മൊത്തത്തിലെ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഒന്ന് രണ്ട് രീതിയിൽ അല്ലെ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം, എംപ്ലോയീസിന് മാത്രമായിട്ട് ഇൻഡിവിജ്വലി ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ ഏത് ആർക്കാണ് ആ ട്രെയിനിങ് ആവശ്യകത എന്ന് കണ്ടെത്തുകയാണ് ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത്. ഓക്കെ, നീഡ്സ് അസസ്മെന്റ് വിലയിരുത്തുക എന്നുള്ളത്, ആവശ്യകത വിലയിരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഫസ്റ്റ് പ്രോസസ്സ്? നെക്സ്റ്റ് നോക്കാം. വേണ്ട, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്ന് ട്രാക്ക് ചെയ്ത് വരാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി കുറച്ച് അല്ലെ നമുക്ക് ഒത്തിരി കൂടി നമുക്ക് തോന്നുന്നു ഇച്ചിരി കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി പെർഫോം ചെയ്യാനായിട്ട് അല്ലെ ഇച്ചിരി കൂടി മെസ്സേജ് ഒക്കെ അയച്ച് നമുക്ക് ഒന്നിച്ച് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇത് സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ട് അതിലേക്ക് വരണമല്ലോ അല്ലെ, ഒരു സമയം എടുക്കും. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയാൽ മതിയോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യാം.
ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് ഭാഗങ്ങളൊക്കെ ഓക്കെ ഫൈൻ ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? സ്പീഡ് ഉണ്ടോ? ക്ലിയർ ആണ്, മനസ്സിലാവുന്നത്. അപ്പോ ഇതിന്റെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഇന്നെടുത്തതിന്റെ ഒരു ഗ്യാപ്പാണ്. നമുക്ക് ഇച്ചിരി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ എന്തായാലും അൺമ്യൂട്ട് ആക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങള് മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ക്ലാസ് എടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്കത് ഇന്നെടുത്ത ക്ലാസ്സിൽ നിന്നായിരിക്കും. തീർച്ചയായിട്ടും ജസ്റ്റ് ഞാൻ ഇന്നെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ, എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിപ്പിച്ചത് പോയിന്റ് തന്നെയാണ്, വളരെ സിമ്പിൾ ആയിരിക്കും. ഡ്രോയിങ്ങോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ഒക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം, ജസ്റ്റ് വായിച്ചു നോക്കാം. മിക്കവാറും നാളെ ആയിരിക്കും അല്ലെ ക്വസ്റ്റ്യൻ എത്തുക. ഇന്നത്തെ ക്ലാസ്സിന്റെ ടെസ്റ്റ് നാളെ ഉണ്ടാവും. ട്രൈ ചെയ്യാം, തീർച്ചയായിട്ടും കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് പ്രോമിസ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് പോകാം. പിന്നെ എന്താണ് സാധാരണയായിട്ട് നമ്മളുടെ ട്രെയിനിങ് കൊണ്ട് അല്ലെ എന്താണ് ഡെവലപ്പ് ചെയ്യുക, സ്കില്ല് അല്ലെ, നമ്മുടെ കഴിവ് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെന്താണ് പ്രധാനമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിനിങ് പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ. നമ്മള് ട്രെയിനിങ് പ്രോസസ്സിന്റെ വ്യത്യസ്ത തരത്തിലല്ല, അതിന്റെ ട്രെയിനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് നമ്മൾ ജസ്റ്റ് കണ്ടു. പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അത്രയും മാത്രമേ എടുത്തുള്ളൂ, ബാക്കി എക്സ്പ്ലനേഷൻസ് അധികം എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ, അതൊക്കെ ജസ്റ്റ് നോക്കാം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.